തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പിൽ വിദേശ ഇടപെടൽ നടന്നിട്ടുണ്ടോ എന്ന സംശയമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കാരണം തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യാജരേഖകൾ ചമച്ച് വോട്ട് ചെയ്ത 10 വിദേശ പൗരന്മാർ ചെന്നൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പിടിയിലായിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഏപ്രിൽ 23-ന് നടന്ന വോട്ടെടുപ്പിന് പിന്നാലെ രാജ്യം വിടാൻ ശ്രമിക്കവേ ഇമിഗ്രേഷൻ വിഭാഗമാണ് ഇവരെ തടഞ്ഞുവെച്ചത്. ചെന്നൈ വിമാനത്താവളത്തിൽ നിന്ന് 15 പേരും മധുരയിൽ നിന്ന് 2 പേരും ഉൾപ്പെടെയുള്ളവരെ തുടർ നടപടികൾക്കായി തമിഴ്നാട് പുതുച്ചേരി ക്രൈംബ്രാഞ്ച് വിഭാഗങ്ങൾക്ക് കൈമാറിയിരിക്കുകയാണ്. ജനപ്രാതിനിധ്യ നിയമപ്രകാരവും ക്രിമിനൽ വകുപ്പുകൾ പ്രകാരവും ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. നിലവിൽ പ്രതികൾ ഇപ്പോൾ ജാമ്യത്തിലാണ്. പിടിയിലായവരിൽ 4 സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും കർശന പരിശോധനയിലാണ് സുരക്ഷാ വീഴ്ച ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ കർശന പുനഃപരിശോധന നടത്തിയിട്ടും വിദേശ പൗരന്മാർക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചത് വലിയ സുരക്ഷാ വീഴ്ചയായിട്ടാണ് അധികൃതർ കാണുന്നത്. ഇവർ എങ്ങനെ ഇന്ത്യൻ തിരിച്ചറിയൽ രേഖകൾ കൈക്കലാക്കി എന്നതിനെക്കുറിച്ച് കേന്ദ്ര ക്രൈംബ്രാഞ്ചും ഇമിഗ്രേഷൻ വിഭാഗവും സംയുക്തമായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രാജ്യത്തെ പൗരത്വ നിയമങ്ങളുടെയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെയും ലംഘനമെന്ന നിലയിൽ സംഭവത്തെ അതീവ ഗൗരവത്തോടെയാണ് അന്വേഷണ സംഘം കാണുന്നത്. വോട്ട് ചെയ്തതിന്റെ അടയാളമായ മഷി വിരലിൽ കണ്ടതിനെ തുടർന്ന് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് തോന്നിയ സംശയമാണ് വൻ തട്ടിപ്പ് പുറത്തായത്. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ ഇവർ കൈവശം വച്ചിരുന്ന തിരിച്ചറിയൽ രേഖകൾ വ്യാജമാണെന്ന് തെളിയുകയും ചെയ്തു. ഇന്ത്യൻ പൗരത്വമില്ലാത്ത ഇവർ എങ്ങനെ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചു എന്നതിനെക്കുറിച്ച് പോലീസ് വിശദമായി തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ശ്രീലങ്കൻ പൗരന്മാരും ബ്രിട്ടീഷ് കനേഡിയൻ പാസ്പോർട്ടുള്ള ഇന്ത്യൻ വംശജരുമാണ് പിടിയിലായവരിൽ ഏറ്റവും കൂടുതൽ അധികം പേർ. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതിന് പിന്നാലെ ഇവർ തമിഴ്നാട്ടിൽ എത്തിയതായും വിരലിലെ മഷി മായുന്നതിനായി ദിവസങ്ങളോളം കാത്തിരുന്ന ശേഷം വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതായും പോലീസ് കരുതുന്നു. പ്രതികൾക്കെതിരെ ഭാരതീയ ന്യായ സംഹിത, ജനപ്രാതിനിധ്യ നിയമം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇവരെ സഹായിച്ച പ്രാദേശിക ഏജന്റുമാരെ കണ്ടെത്താൻ ചെന്നൈ പോലീസ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തമിഴ്നാടിന് പുറമെ പുതുച്ചേരിയിലും സമാനമായ രീതിയിൽ വിദേശികൾ വോട്ട് ചെയ്തതായി സൂചനയുണ്ട്. സംഭവത്തിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതിന് തൊട്ടു പിന്നാലെ നിരവധി വിദേശികൾ സംസ്ഥാനത്ത് എത്തിയതായി അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. മായാത്ത മഷി അപ്രതീക്ഷിതമാകാൻ ചിലർ ഇവിടെ തങ്ങിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഡിജിറ്റൽ രേഖകളും മറ്റ് അന്വേഷണ മാർഗങ്ങളും ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിൽ അവരുടെ പങ്കാളിത്തം ഇപ്പോഴും സ്ഥിരീകരിക്കാൻ കഴിയുമെന്നാണ് ലഭിക്കുന്ന വിവരം. തെരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെ ബാധിക്കുമെന്ന ചോദ്യത്തിന് ഉദ്യോഗസ്ഥർ പ്രതികരിക്കാൻ വിസമ്മതിച്ചിട്ടുണ്ട്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമഗ്രമായ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെന്നും അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകിയ പ്രാഥമികമായ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പോലീസ് സമർപ്പിച്ചിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. വോട്ട് ചെയ്തിട്ട് ഇന്ത്യ വിട്ടുപോകാത്ത നിരവധി വിദേശ പൗരന്മാർ ഇനിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പോളിംഗ് ദിവസത്തിന് മുമ്പ് ഇന്ത്യയിലെത്തിയതും ഇതുവരെ പോകാത്തതുമായ വിദേശികളുടെ വിശദാംശങ്ങൾ വിശകലനം ചെയ്യുന്നതിനായി അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത്.